ഇസ്ലാമിക ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം. റമദാൻ ദിവസങ്ങൾ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. റമദാനിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും റമദാനിലെ സംഭവങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നാം ഇതുവരെ പ്രതിപാദിച്ച് വന്നത്. കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിലായി റമദാനിൽ നടന്ന 2 യുദ്ധങ്ങളെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരു യുദ്ധം മാത്രമാണ് കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നതും എല്ലാ വർഷവും ആ യുദ്ധം നടന്ന റമദാൻ 17 വിശേഷ ദിവസമായി ആചരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ റമദാനിൽ നടന്ന അതിമഹത്തരമായ ഒരു സംഭവമായിരുന്നു മക്ക വിജയത്തിലേക്ക് നയിച്ച യുദ്ധസന്നാഹം. ഇതിനെക്കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിൽ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു മക്കയിലേക്ക് ഒരു വൻ സേനയെ അയക്കാൻ പ്രേരിപ്പിച്ചത് എന്നതിൻ്റെ പിന്നണി മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. അതായത് ഹിജ്റ 6 ഹുദൈബിയയിൽ വെച്ച് മക്കയിലെ ഖുറൈശി ബഹുദൈവ ആരാധകരും മുഹമ്മദ് നബിയും സംഘവും തമ്മിൽ ഏർപ്പെടുത്തിയ ഉടമ്പടിയെ കുറിച്ചായിരുന്നു. മുഹമ്മദ് നബിയും സംഘവും ഉംറയ്ക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ ഹുദൈബിയ എന്ന സ്ഥലത്ത് അവരെ മക്കയിലെ ശത്രുക്കൾ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. അതേ തുടർന്നാണ് ഒരുപക്ഷെ മുസ്ലിങ്ങൾക്ക് ഏറെ അപമാനകരമെന്ന് കരുതപ്പെടുന്ന ഒരു സന്ധിയിൽ ഒപ്പുവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ 10 കൊല്ലത്തേക്ക് ആ ഹുദൈബിയ സന്ധി നിലനിൽക്കും എന്നായിരുന്നു അവിടെ അവർ ഒപ്പുവെച്ച കരാറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തൊട്ടടുത്ത വർഷം 1.5 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷമാകുമ്പോഴേക്കും ആദ്യത്തെ ഉടമ്പടി ലംഘനമുണ്ടായി. ഉടമ്പടി പ്രകാരം പല ഗോത്രങ്ങളിലുള്ളവർക്ക് ഒന്നുകിൽ മുസ്ലിം പക്ഷം ചേരാനോ അല്ലെങ്കിൽ മക്ക പക്ഷം ചേരാനോ ഉള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കും. ഈ കാര്യം കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അത് പ്രകാരമാണ് ബനു ഹസ മുസ്ലിം പക്ഷത്തും ബനു ബഹർ എന്ന ഗോത്രം അവിടെ മക്കയിലെ ശത്രു പക്ഷത്തോടും കരാറുണ്ടാക്കിയവരായി. ഈ കരാറിൻ്റെ ലംഘനമാണ് നടന്നത്. ബനു ഖദറിലെ ആളുകൾ ബനു ഹസ
ആക്രമിക്കുകയും ആക്രമിക്കപ്പെട്ടപ്പോൾ സംരക്ഷണത്തിന് വേണ്ടി അവർ കഅബയ്ക്കുള്ളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. ബനു ബഖറുകാർ കഅബയ്ക്കുള്ളിൽ പ്രവേശിച്ച് അവരെയൊക്കെ ഛേദോവധം ചെയ്തു. എല്ലാവരെയും വധിച്ച് കഅബ അങ്കണം രക്തപങ്കിലമായി. ഈ വിവരം മക്കയിൽ അറിഞ്ഞപ്പോൾ പ്രവാചകൻ മക്കയിലെ ഖുറൈശികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. കരാറ് ലംഘിക്കപ്പെട്ടതുകൊണ്ട് ബനു ഖസാ ഗോത്രത്തിന് സംഭവിച്ച എല്ലാ നഷ്ടങ്ങൾക്കും ബനു ബഖർ ഗോത്രം പരിഹാരം നൽകേണ്ടതാണെന്നും ഇനി അങ്ങോട്ട് ബനു ബഖറിന് യാതൊരു സഹായവും നൽകിക്കൂടാ എന്നും 10 വർഷത്തേക്കുള്ള ഹുദൈബിയ ഉടമ്പടി ഇതോടെ അവസാനിക്കുന്നു എന്നുമാണ് മുന്നറിയിപ്പ് നൽകിയത്. ഈ മുന്നറിയിപ്പ് കിട്ടിയ ഉടനെ മക്കയിൽ ഒരു തരത്തിലുള്ള ആശങ്ക അവരുടെ ഇടയിലുണ്ടായി. കാരണം ബനു ബഖർ അക്രമം അഴിച്ചുവിട്ടപ്പോൾ അതിന് മക്കക്കാർ സഹായികളായിരുന്നെങ്കിലും അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന അബൂ സുഫിയാനോട് അവർ ആലോചിച്ചിരുന്നില്ല. സന്ധി ലംഘനം, കരാർ ലംഘനം വലിയൊരു കുറ്റമാണ്, അതവർക്കറിയാം. അപ്പോൾ സന്ധി ലംഘിക്കപ്പെട്ടതുകൊണ്ട് തീർച്ചയായും അതിനെതിരായിട്ടുള്ള ഒരു സൈന്യ മുന്നേറ്റം മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് അബൂ സുഫിയാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകനെ കാണാനായി വരുന്നത്. പ്രവാചകൻ്റെ വീട്ടിൽ പ്രവാചകൻ അബൂ സുഫിയാൻ്റെ മകൾ ഉമ്മു ഹബീബ പ്രവാചകൻ്റെ പത്നിമാരിൽ ഒരാളായിരുന്നു. ആ ഉമ്മു ഹബീബയുടെ വീട്ടിലേക്കാണ് പ്രവാചകനെ കാണാനായി അബൂ സുഫിയാൻ പോയത്. അബൂ സുഫിയാൻ അവിടെയുള്ള വിരിപ്പിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ മകൾ ഉമ്മു ഹബീബ ആ വിരിപ്പ് മാറ്റിക്കളഞ്ഞു. അപ്പോൾ അബൂ സുഫിയാൻ മകളോട് ചോദിച്ചു, മകളെ, ഈ വിരിപ്പിന് എനിക്ക് യോഗ്യത ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഈ വിരിപ്പിനോട് യോഗ്യത ഇല്ലാത്തതുകൊണ്ടോ എന്തുകൊണ്ടാണ് നീ അത് മാറ്റിക്കളഞ്ഞത്? അപ്പോൾ മകൾ പറഞ്ഞു, ഇത് പ്രവാചകൻ ഇരിക്കുന്ന വിരിപ്പാണ്. നിങ്ങൾ വൃത്തികെട്ട ബഹുദൈവ വിശ്വാസിയാണ്. അത് കേട്ടപ്പോൾ അബൂ സുഫിയാൻ തൻ്റെ ദൗത്യം വിജയിക്കയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തു വന്ന് അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയുമൊക്കെ നേരിട്ട് കണ്ട് ഒരു സമാധാന ശ്രമത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. പക്ഷേ അവരാരും സഹകരിച്ചില്ല. അങ്ങനെ നിരാശനായിട്ടായിരുന്നു അബൂ സുഫിയാൻ മക്കയിലേക്ക് തിരിച്ച് പോയത്. എന്നാൽ
മക്കയിലേക്കൊരു സൈന്യ സന്നാഹം നടത്തുന്നു എന്നൊരു കാര്യം വളരെ ഗോപ്യമായിട്ടാണ് പ്രവാചകൻ വെച്ചിരുന്നത്. ഹസ്രത്ത് ആയിഷ, പ്രവാചകൻ്റെ ഭാര്യ, തൻ്റെ പിതാവിനോട് ഒരു യുദ്ധസന്നാഹം നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അബൂബക്കറും മറ്റുള്ളവരും അതിനെക്കുറിച്ചറിയുന്നത്. വെറും ഒരു 3 ദിവസം കൊണ്ട് 10,000 ആൾ ബലമുള്ള ഒരു സൈന്യത്തെയാണ് പ്രവാചകൻ റമദാൻ മാസത്തിലെ 10ാമത്തെ ദിവസം മക്കയിലേക്ക് നയിച്ചത്. അവർ വ്രതമെടുക്കുകയും ഇടയ്ക്ക് വ്രതം അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്തത്. 17-ാം തീയതിയോ 18-ാം തീയതിയോ അല്ലെങ്കിൽ 20-ാം തീയതിയോ ഈ തീയതികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എങ്കിൽ പോലും 20-ാം തീയതിക്കുള്ളിൽ അവർ മക്കയുടെ പുറത്തുള്ള ഗ്രാമത്തിൽ, പുറത്തുള്ള സ്ഥലത്ത് അവർ തമ്പടിക്കുകയുണ്ടായി. പ്രവാചകൻ രാത്രി ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള തീ ആളിക്കത്തിക്കാൻ പറഞ്ഞു. അത് മക്കാവാസികൾക്ക് ഒരു മുന്നറിയിപ്പായിട്ടായിരുന്നു. മക്കാവാസികൾ ഇങ്ങനെ ഒരു സൈന്യം, മുഹമ്മദിൻ്റെ ഒരു സൈന്യം തങ്ങളെ വളഞ്ഞിരിക്കുകയാണെന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതിരോധിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണെന്നും മനസ്സിലാക്കിയിരുന്നു. അബൂ സുഫിയാൻ തന്നെ പലരെയും സ്നേഹിച്ച പോലെ അവസാനം പ്രവാചകൻ്റെ അമ്മാവന്മാരിൽ ഒരാളായ അബ്ബാസിനെ സമീപിച്ചിട്ടാണ് താൻ ഈ മതത്തിൽ വിശ്വസിക്കുന്ന സാക്ഷ്യം വഹിച്ചത്. ഞാൻ മുഹമ്മദിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നതെന്നും മുഹമ്മദ് ദൈവത്തിൻ്റെ പ്രവാചകനാണെന്നും സാക്ഷ്യം വഹിച്ചതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് തനിക്കും തൻ്റെ കൂട്ടുകാർക്കും മാപ്പ് നൽകണമെന്നും അപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അത് പ്രകാരം ആണ് പ്രവാചകൻ അവർക്ക് മാപ്പ് നൽകിയത്. എന്നാൽ മക്കയിലേക്ക് അപ്പോഴേക്കും പ്രവാചകൻ പ്രവേശിച്ചിരുന്നില്ല. പിന്നീട് ഒരു എതിർപ്പും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന വിശ്വാസം വന്നപ്പോൾ പ്രവാചകനും സംഘവും മക്കയിലേക്ക് പ്രവേശിച്ചു. മക്കയിലുള്ള എല്ലാ ആളുകളും അവരുടെ വീട്ടിനകത്ത് കയറിയിരുന്ന് വാതിലുകൾ അടച്ച് പ്രവാചകനെയും സംഘത്തെയും ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. അത് തുടക്കത്തിൽ പ്രവാചകൻ തൻ്റെ ഒട്ടകപ്പുറത്ത് കഅബയ്ക്ക് വലയം വെക്കുകയും അനുചരന്മാരും ഒട്ടകപ്പുറത്തും അല്ലാതെയും വലയം വെക്കുകയും ഖുറൈശികൾ താമസിക്കുന്ന ഭാഗത്ത് തങ്ങളുടെ ചുമലുകൾ ഉയർത്തിക്കൊണ്ട് തങ്ങൾ ധൈര്യപൂർവ്വം ഇവിടെ പ്രവേശിച്ചിരിക്കുകയാണെന്ന അറിയിപ്പ് നൽകുകയും ചെയ്തു. പ്രവാചകൻ കഅബ തുറക്കാൻ ആവശ്യപ്പെട്ടു. കഅബയുടെ താക്കോൽ ഉസ്മാൻ ബിൻ തൽഹ എന്ന ആളുടെ വശമാണ് ഉണ്ടായിരുന്നത്. ഷൈബ ഗോത്രത്തിൽ, ഷൈബ കുടുംബത്തിൽ പെട്ട ഉസ്മാൻ ബിൻ തൽഹ
ഉടനെ തന്നെ കാബയുടെ താക്കോലുകൾ പ്രവാചകനെ ഏൽപ്പിച്ചു. എന്നിട്ട് താൻ ശിക്ഷിക്കപ്പെടുമെന്ന ഭയത്താൽ മാറി നിന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, പ്രവാചകൻ നേരത്തെ പലപ്പോഴും കഅബ പരിസരത്ത് വന്നപ്പോൾ തടഞ്ഞ ആളാണ് ഈ ഉസ്മാൻ. പലപ്പോഴും പരിഹസിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും തനിക്ക് ശിക്ഷ ഉറപ്പാണെന്ന് കരുതി. എന്നാൽ പ്രവാചകൻ താക്കോലുകൾ വാങ്ങി കഅബ തുറന്നു. കഅബയ്ക്കുള്ളിൽ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. മുൻകാല നബിമാരുടെയും ലാത്ത, ഉസ്സ തുടങ്ങിയ മറ്റു ചെറു ദൈവങ്ങളുടെയുമൊക്കെ ബിംബങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. പ്രവാചകൻ ഈ ബിംബങ്ങളെയൊക്കെ ഉടച്ചു കളയാൻ കൽപ്പിക്കുകയുണ്ടായി. ഈ ഏകദൈവ ആരാധനയ്ക്ക് നിർമ്മിക്കപ്പെട്ട ഈ പുണ്യ കെട്ടിടത്തിൽ ഇനി അങ്ങോട്ട് ബഹുദൈവ ആരാധന ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഅബയിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥന നടത്തുകയും തിരിച്ചിറങ്ങി ഉസ്മാൻ ഇബ്നു തൽഹയെ വിളിച്ച് താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാ കാലത്തും കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാർ താങ്കളുടെ ഗോത്രക്കാരാണ്. ഇനി അങ്ങോട്ടും ഈ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാർ നിങ്ങൾ തന്നെയായിരിക്കും. ആ തരത്തിലുള്ള ഉസ്മാൻ ഇബ്നു തൽഹയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തത് ഒരു മഹത്തായ വിജയം കൈവന്നപ്പോൾ തൻ്റെ പൂർവ്വ ശത്രുവിന് മാപ്പ് കൊടുത്തു. ഉസ്മാൻ ഇബ്നു തൽഹയ്ക്ക് മാത്രമല്ല, അവിടെ വന്ന നേരത്തെ ഹംസ, തൻ്റെ അമ്മാവനായ ഹംസയുടെ നെഞ്ഞ് പിളർന്ന് കരൾ തിന്ന ഹിന്ദ് എന്ന സ്ത്രീക്കും മറ്റെല്ലാ ശത്രുക്കൾക്കും മാപ്പ് നൽകിക്കൊണ്ടാണ് മക്ക വിജയത്തിൻ്റെ പരിസമാപ്തി. എങ്ങനെയാണ് ഒരു യുദ്ധം നയിക്കപ്പെടേണ്ടതും എങ്ങനെയാണ് സമാധാനം നടപ്പിലാക്കേണ്ടതും എന്നുള്ളതിൻ്റെ മഹത്തായ ഉദാഹരണമായിരുന്നു മക്ക വിജയം.